വെൽക്കം ബാക്ക്. ഹെവി കൂളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചെയ്യാനുള്ളത് ബിഗ് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂരുള്ള ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടിയാണ്. ചീറ്റയുടെ ചേസിൽ നമുക്ക് കൊണ്ടോടി മോട്ടോഴ്സിൽ നിന്ന് ബോഡി കിട്ടി പണിതിട്ടുള്ളതാണ്. അപ്പോൾ നല്ല മെറൂൺ കളറൊക്കെ കൊടുത്ത് നല്ല നല്ല ഭംഗിയിലാണ് ആ വണ്ടി വന്നിരിക്കുന്നത്. ACPയിലൊക്കെ വർക്ക് ചെയ്ത് നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാൻ. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിലും ഒന്നുകൂടിയും നല്ല ഉഷാറാണ് നേരിട്ട് ആ വണ്ടി കാണാൻ. അപ്പോൾ കൊണ്ടോടി മോട്ടോഴ്സിലെ ഫസ്റ്റ് നമ്മുടെ ലൈൻ ബസ്സാണ് ഇപ്പോൾ ഈ വരുന്നത്. നമ്മുടെ ഹൈബ്രിഡ് ഇലക്ട്രിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇരിട്ടി റൂട്ടിൽ കൂടെയാണ് ആ വണ്ടി പോകുന്നത്. അതിൻ്റെ നല്ല എയർവെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നിലവിൽ. ഓക്കെ, നമുക്ക് അതിൻ്റെ കുറേ ടെക്നിക്കൽ ഡാറ്റകൾ ഇതിക്ക് മുന്നുള്ള വീഡിയോയിൽ KSRTC വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ രീതിയിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ നമ്മുടെ എയർ കർട്ടനാണ് വരുന്നത്. രണ്ട് ഡോറിനും, അതായത് ഫ്രണ്ടും ബാക്കും ഡോറുകൾക്ക് നമ്മൾ എയർ കർട്ടൻ വെച്ചിട്ടുണ്ട്. ഡോറ് തുറന്നാൽ ഓട്ടോമാറ്റിക്കലി എയർ കർട്ടൻ ഓൺ ആവും. അതേപോലെ തന്നെ സാധനം ഓഫ് ആവുകയും ചെയ്യും. അതായത് ഡോർ അടച്ചാൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള എയർ കയറിയില്ല, അകത്തു നിന്നുള്ള എയർ സ്വല്പം നഷ്ടപ്പെടും. എന്നാലും പുറമേ നിന്നുള്ള എയറോ ബോഡിയോ കാര്യങ്ങളോ ഒന്നും കയറില്ല. പിന്നെ നമ്മുടെ ഡിസ്പ്ലേ വരുന്നത് ഫ്രണ്ടിലാണ്. സൈഡ് ഭാഗത്ത് അത്യാവശ്യം സ്പേസ് കുറച്ചുകൊണ്ടാണ് ഫ്രണ്ടിലേക്ക് വെച്ചത്. ഇത് നമ്മുടെ എയർ ഫിൽറ്ററാണ് വരുന്നത്. എയർ സക്ക് ചെയ്ത് കൂളിംഗ് കോയിലിൽ കൂടെ പുറത്തേക്ക് വിടുന്നത് പുറത്തേക്ക് കടത്തി ഡക്റ്റിൽ കൂടെയാണ് നമുക്ക് വരാം. ഇതിപ്പോൾ ലഗേജ് റാക്കിൻ്റെ പുറത്ത് ഫ്രീ ആയിട്ടുള്ള ഫ്രീ ഇവൻറ്റ് കൊടുത്തിരിക്കുന്നതാണ് അത് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങിലാണ് വണ്ടി ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ രണ്ട് ഡോറിനും നമ്മൾ എയർ കട്ടറും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം വരുന്നത് ഇൻഫർമേഷൻ മാനുവൽ വരുന്നത് ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അവരുടെ ഒരു നെയിം ബോർഡിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനും ഒന്നുകൂടിയും ഒരു എളുപ്പമാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ വെച്ചത്. ഇതിപ്പോൾ നമ്മുടെ യൂണിറ്റാണ്. ബ്രഷ്ലെസ് ബ്ലോവറുകളാണ് എല്ലാം വരുന്നത്. അത് 12 എണ്ണം ഉണ്ടാവും. അപ്പോൾ അത്രയും എയർ ഫ്ലോ നമുക്ക് നന്നായിട്ടുണ്ടാവും. കാരണം ഈ ലോക്കൽ വണ്ടിയാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എയർ ഫ്ലോ വേണം. കാരണം ഏത് നേരം തുറന്നടയ്ക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ എയർ ഫ്ലോ വേണം. അതുകൂടാതെ തന്നെ നമ്മുടെ കംപ്രസറിൻ്റെയും അതുപോലെ തന്നെ കണ്ടൻസിങ് യൂണിറ്റാണ് ഇപ്പോൾ ഈ റൗണ്ടിൽ കാണുന്ന സാധനം, ബ്ലാക്ക് കളറിൽ റൗണ്ടിൽ കാണുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 6 സെറ്റ് യൂണിറ്റാണ്. ഞാൻ ഇതിക്ക് മുന്നേ വീഡിയോകൾ പറഞ്ഞിട്ടാണ് 6 സെറ്റ് യൂണിറ്റാണ്. പക്ഷേ അത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒറ്റ യൂണിറ്റായിട്ടാണ് നിന്ന് വർക്ക് ചെയ്യുക. ഇതിനെല്ലാം നമുക്ക് പവർ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ആൾട്ടർനേറ്ററാണ്. അപ്പോൾ 230 ആംപിയറിൻ്റെ ഒരു ആൾട്ടർനേറ്ററാണ് കാണുന്നത്. ആ ആൾട്ടർനേറ്ററാണ് ഈ യൂണിറ്റുകൾക്ക് എല്ലാത്തിനും പവർ കൊടുക്കുന്നത് നിലവിൽ. അപ്പോൾ ഇതിൽ നിന്നുള്ള പവർ എടുത്തിട്ടാണ് നമ്മൾ നേരെ ബാറ്ററി ചാർജ് ചെയ്യും. ആ ബാറ്ററിയിൽ നിന്നാണ് നമ്മുടെ സിസ്റ്റം നിലവിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 150 അല്ലെങ്കിൽ 180 ബാറ്ററികളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇതിപ്പോൾ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്നാണ് നേരെ പവർ സപ്ലൈ നമ്മുടെ യൂണിറ്റ് എടുക്കുന്നത്. ഇത് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അപ്പോൾ അത്രയും ലോഡ് സാധാരണ AC-യുടെ വരുന്ന ലോഡ് തന്നെ വരില്ലേ, അപ്പോൾ മൈലേജ് നോർമൽ കംപ്രസർ വയ്ക്കുന്ന അതേ ലോഡ് തന്നെ വരില്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. ടെക്നോളജി ഭയങ്കരമായിട്ട് അഡ്വാൻസിങ് ആയി. അതായത് ബ്രഷ്ലെസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഭയങ്കര മാറ്റങ്ങളാണ്. അതായത് ലോഡ് വളരെ കുറവ് മതി. ഈ ബ്രഷ്ലെസ് മോട്ടറുകളും കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ എനർജറ്റിക്കായിട്ട് വളരെ എനർജി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ബ്രഷ്ലെസ്. അതായത് ബ്രഷ്ലെസ് ടെക്നോളജി എന്ന് പറയുന്നത് BLDC. അപ്പോൾ ഈ പറഞ്ഞ BLDC മോട്ടറുകളും ഫാനുകളും ആണ് നമ്മുടെ എല്ലാത്തിലും വരുന്നത്. അപ്പോൾ മറ്റേ സാധാരണ മെക്കാനിക്കൽ പവറിനെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിത് വർക്കാവും. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൽ ഫുൾ യൂണിറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട്. കാരണം അത്രയും ലോഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ മീൻസ് തണുപ്പിക്കാനുള്ള അത്യാവശ്യം ഒരു ഏരിയ തന്നെ നമുക്ക് എടുക്കുന്നതുകൊണ്ട് 12 ബ്ലോവറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ ആണ് നമ്മുടെ യൂണിറ്റ് വരിക. പിന്നെ സാധാരണ വണ്ടിയുടെ പോലെയല്ല, കംപ്രസർ എൻജിന്മൊന്നുമില്ല. ആകെ വരുന്നത് ഈ ആൾട്ടർനേറ്റർ മാത്രമേ, ചാർജിങ് സിസ്റ്റത്തിന് ബാറ്ററി ചാർജിങ്ങിനുള്ള സിസ്റ്റം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സെറ്റപ്പ് മാത്രമേ താഴെയുള്ളൂ. ബാക്കി എല്ലാവരും റൂഫിൻ്റെ ടോപ്പിലാണ് വരുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ഇപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ വയറുകളി മാത്രമേ ഉള്ളൂ. വയറിൻ്റെ പരിപാടികളാണ് ഫുള്ള്. അപ്പോൾ പ്യുവർ ബേസിക്കലി അതിൻ്റെ പേര് തന്നെ ഇലക്ട്രിക് എന്നാണ്. നമ്മുടെ സാധാരണ FRP യൂണിറ്റ് തന്നെ നോർമൽ AC-കൾക്ക് വരുന്ന പോലെ തന്നെ FRP യൂണിറ്റിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഹെവി ആയിട്ടുള്ള യൂണിറ്റ്, കമ്പും കോലപ്പോൾ അതൊക്കെ തട്ടിയാലും വലിയ പ്രശ്നം വരാത്ത രീതിയിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇക്കോ മോഡ് എന്ന് പറയുന്നത് 26 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ടർബോ എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്.
അത് നോർമലി നമുക്ക് വരുന്നത് ഫുൾ പവറിൽ നിന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കൊമോഡ് തന്നെ ധാരാളമാണ്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നിലവിൽ. അപ്പോൾ ആ രീതിയിൽ നിന്ന് നന്നായിട്ട് വർക്ക് ചെയ്തത് നമുക്ക് ഫ്യൂവലിൽ തന്നെ വലിയ പ്രകടമായ മാറ്റങ്ങൾ വരാതെ തന്നെ, മൈലേജ് ഷോട്ട് വരാതെ തന്നെ നമുക്ക് വണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് വണ്ടിയുടെ ഒരു ഫിനിഷിങ് വർക്കുകൾ കഴിഞ്ഞിട്ട് വണ്ടി ഞങ്ങളുടെ യാർഡിലേക്ക് ഇട്ടിരിക്കുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ വേണ്ടിയിട്ട് കുറച്ചധികം സമയം ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലിടാം. അപ്പോൾ അതിൻ്റെ ആ പർപ്പസിന് വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് ഇത് നിലവിൽ. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം. ഇപ്പോൾ KSRTC എന്നെ കുറേ ആൾക്കാർ കയറി കാണുന്നുണ്ട്, നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. പിന്നെ എന്നാലും എന്ത് പറഞ്ഞാലും കുറേ ആൾക്കാർ നെഗറ്റീവ് കൂടെ പറയുന്ന ആൾക്കാരുണ്ട്. അമ്മേനെ തല്ലിയാലും 2 വർഷം എന്ന് പറഞ്ഞ പോലെ. പക്ഷെ എന്നാലും വലിയ പ്രശ്നങ്ങളില്ല, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടിങ് ആണ്, നല്ല കാര്യം. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻക്വയറിയും വരുന്നുണ്ട്. ഇത് KSRTC നമ്മളെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ മിനിസ്റ്റർക്കാണ് ഏറ്റവും നന്ദി പറയേണ്ട കാര്യം. ആരെന്ത് പറഞ്ഞാലും വളരെ കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ഷോൻ്റെ ആൾക്കാരായാലും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ AC തന്നെ വേണം. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ നമ്മുടെ BS6 വണ്ടി വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ ഹീറ്റായി. അപ്പോൾ 1-2 ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു, ചേട്ടാ ചൂട് എന്ന് പറയുന്നത് ചേട്ടന് വല്ല ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, വണ്ടിക്ക് മാന്യമായിട്ട് ചൂടുണ്ട്. 100-120 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ നോർമൽ ടെമ്പറേച്ചർ. അത്യാവശ്യം മാന്യമായ ചൂട് ഈ പറഞ്ഞ വണ്ടിയുടെ അകത്തേക്കും നമ്മുടെ ഓൾറെഡി അന്തരീക്ഷത്തിൻ്റെ ചൂടും വളരെ കൂടുതലാണ്. ഇപ്പോൾ റോഡ് പണികൾ എല്ലാ ഏരിയകളിലും റോഡ് പണികളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ പൊടിയും കാര്യങ്ങളെല്ലാം കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം മൈലേജ് ഷോട്ടില്ല, വലിയ വണ്ടിയുടെ ഓണർക്ക് വലിയ പ്രശ്നങ്ങളില്ല. അവർക്കും വണ്ടി ഓടി ബാലൻസ് കിട്ടണം, അവരുടെ ആൾക്കാർക്കും അത്യാവശ്യം ഒരു ബാലൻസ് കിട്ടിയാൽ മാത്രമേ ജീവനക്കാർക്കും ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുക്കാൻ മാത്രമേ ഈ പ്രസ്ഥാനം ഓടുള്ളൂ. അപ്പോൾ ആർക്കും വലിയ നഷ്ടമില്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതല്ല മെച്ചം എന്നാണ് ഞാനും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഫെസിലിറ്റി ഈ പറഞ്ഞ അവരുടെ കസ്റ്റമർക്ക് കൊടുക്കാൻ തോന്നിയ ഓണർക്ക് ഏറ്റവും അധികം നന്ദി പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി പുതിയ ടെക്നോളജികളും അതിൻ്റെ രീതിയിലുള്ള ഇൻഫർമേഷനായിട്ട് നമ്മൾ ഇനിയും പിന്നാലെ വരുന്നുണ്ട്. ഒന്നുകൂടി നമ്മൾ അഡ്വാൻസ് ചെയ്ത് കയറി വരുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.